വയനാട് മാനന്തവാടിയിലെ ആളെക്കൊല്ലി കാട്ടാനയെ മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം നീളും. ആന തുടർച്ചയായി സ്ഥാനം മാറുന്നതാണ് ദൗത്യത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. വിവരങ്ങളുമായി CV ഷിബു ചേരുന്നു. ഷിബു, ആന എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ആനയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ? മയക്കുവെടി വയ്ക്കുന്നത് നീളുന്ന സാഹചര്യം എന്താണ്? ഇന്ന് രാത്രി ഒരു 65 അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവർ 13 ടീമുകളായി ഈ 65 അംഗ സംഘം ഇന്ന് രാത്രികാല പരിശോധന നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വനം വകുപ്പ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ആനയെ നിരീക്ഷിച്ച ശേഷം രാവിലെ ദൗത്യം ആരംഭിക്കാനാണ് തീരുമാനം ഉള്ളത്. 200 പേരാണ് ഇന്ന് ദൗത്യത്തിൽ പങ്കാളികളായത്. ആ 200 പേരും നാളെയും ദൗത്യത്തിൽ പങ്കാളികളാകും. ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ മയക്കുവെടി വെച്ച് പിടികൂടും എന്ന ഒരു ഉറപ്പ് തന്നെയാണ് വനം വകുപ്പ് അധികൃതർ നൽകുന്നത്. കാരണം ഇന്നും ശക്തമായ പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിനാൽ നാളെ എന്തായാലും പിടികൂടും. ഇന്ന് ചതുപ്പിലേക്ക് ഇറങ്ങുന്നതും ചതുപ്പിൽ നിന്ന് കാടിലേക്ക് കയറുന്നതും ഒക്കെയായ പ്രതിസന്ധികൾ ഉണ്ടായതിനാലാണ് ഇന്ന് മയക്കുവെടി വെക്കാൻ സാധിക്കാതായത്. ഈ പ്രതിസന്ധികളെല്ലാം മറികടന്ന് നാളെ അനുകൂലമായ ഒരു സ്ഥലത്ത് വെച്ച് വെറ്റിനറി സംഘത്തിന്റെ സഹായത്തോടു കൂടി ആനയെ മയക്കുവെടി വെക്കും എന്നുള്ള ഉറപ്പാണ് നൽകിയിട്ടുള്ളത്. രാത്രി ആന എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്നറിയാനാണ് ഈ 65 പേരെ വനപാലകരിൽ നിന്ന് രാത്രി പട്രോളിംഗ് നടത്തുന്ന പ്രദേശവുമായി പരിചയമുള്ള 65 പേരെ നിയോഗിച്ചിട്ടുള്ളത്. ഇവർ 13 സംഘമായിട്ടായിരിക്കും പരിശോധന നടത്തുക. അതേസമയം നാളെ പ്രതിഷേധത്തിന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ നാളെ കർഷക സംഘടനകളുടെ ഹർത്താൽ നടക്കുകയാണ്. പ്രധാനപ്പെട്ട FRFന്റെ നേതൃത്വത്തിലുള്ള കർഷക സംഘടനകളുടെ അവരായിരുന്നു ആഹ്വാനം ചെയ്തിരുന്നതെങ്കിലും അതൊരു മനസാക്ഷി ഹർത്താലാണ്. മനസാക്ഷിയുള്ളവരെല്ലാം ഹർത്താലിൽ പങ്കെടുക്കണം. നിർബന്ധമായി കടകൾ അടപ്പിക്കില്ല, വാഹനങ്ങൾ തടയില്ല, ജോലി തടസ്സപ്പെടുത്തില്ല എന്ന് കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മനസാക്ഷി ഹർത്താലിനോട് കൂടുതൽ സംഘടനകൾ പിന്തുണ അറിയിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. നാളെ അതുകൊണ്ട് ഹർത്താൽ പൂർണ്ണമാവാനാണ് സാധ്യത. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കമുള്ള എല്ലാവരും, കർഷക കോൺഗ്രസ് അടക്കമുള്ള നിരവധി സംഘടനകളും മറുനാടൻ കർഷക സംഘടനയായ UFPA, NFPO തുടങ്ങിയ സംഘടനകളും ഈ ഹർത്താലിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഒന്നാകെ ഹർത്താലിനോട് സഹകരിക്കാനുള്ള ഒരു സാധ്യതയും നാളെ കാണുന്നുണ്ട്. ശരി ഷിബു.